Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Exam എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമുണ്ടായില്ല. ഇല്ലായിരുന്നു. അപ്പൊ നമ്മള് ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളിൽ എക്സാം ഒക്കെ കഴിഞ്ഞ് തേർഡ് മോഡ്യൂളിലേക്കാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തേർഡ് മോഡ്യൂളിൽ ചാപ്റ്റർ 6 മെഡിക്കൽ റെക്കോർഡ്സ് ആണ് ഞാൻ എടുക്കുന്നത്. എല്ലാവരുടെ കയ്യിലും പ്രിന്റ് നോട്ട് അവൈലബിൾ ആണോ? അവൈലബിൾ. ഓക്കെ, മെഡിക്കൽ റെക്കോർഡാണ് എടുക്കുന്നത്. ചാപ്റ്റർ 6 ആണ്. എല്ലാവരും അതെടുത്ത് വെക്കാട്ടോ. പ്രിന്റ് നോട്ട് അവൈലബിൾ അല്ലെങ്കിൽ ചാപ്റ്റർ ഇത് പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. ഞാൻ കുറച്ച് പോർഷൻ എടുക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, നമുക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ ഇനി വരുന്ന ചാപ്റ്റേഴ്സ് 3ലെയും 4ലെയും ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ വലുതാണ്. ഒരു 20 പേജ്, മിനിമം 18 പേജസ് ഉണ്ട് എല്ലാ ചാപ്റ്റേഴ്സും. അപ്പം എല്ലാ ടീച്ചേഴ്സും ഇതിന് സ്പീഡിലായിരിക്കും ക്ലാസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, തയ്യാറായിട്ടിരിക്കുക. കാരണം നമുക്ക് ലാഗ് അടിക്കാനായിട്ട് സമയമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എക്സാം ഒക്കെ വരും. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മള് സ്പീഡിലായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ ക്യാച്ച് ചെയ്യാം. ഇനി എവിടെയെങ്കിലും ഞാൻ എടുക്കുന്ന പോർഷനിൽ സ്പീഡ് കൂടി കഴിഞ്ഞാൽ മിസ് സ്പീഡാണ്, മിസ് മനസ്സിലായില്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത് അപ്പൊ തന്നെ ആ ക്ലാസ്സിൽ തന്നെ വെച്ച് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. കേട്ടാ? ഓക്കെ, നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ പേര് എന്താണ്? മെഡിക്കൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഐഡന്റിഫിക്കേഷൻ നമ്പർ പെർമനന്റ് ID തരാറുണ്ട് അല്ലേ? ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിയുമ്പോൾ ചെറിയ കാർഡ്, പേഷ്യന്റ് ID എന്നും പറഞ്ഞൊരു കാർഡ് തരാറില്ലേ? നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ അങ്ങനത്തെ കാർഡ്? എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അടുത്തൊന്ന് കാർഡ് ഉണ്ട്, മോളും കൊച്ചുങ്ങളുടെ ഉണ്ട്, എന്റെ ഹസ്ബൻഡിന്റെ ഉണ്ട്, ഇല്ലേ? അപ്പൊ അങ്ങനെ ഒരു കാർഡ് എന്തിന്റെ ബേസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ഫയൽ ഉണ്ടാവും അവരുടെ കയ്യിൽ. ആ ഫയൽ നമ്പറും നമുക്ക് തന്നിരിക്കണം, കാർഡ് നമ്പറും സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് വേണ്ടിയിട്ട് ഒരു പേഷ്യന്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ പേഷ്യന്റ് ഫയൽ മെയിൻറ്റെയിൻ ചെയ്യും. ഒരു റെക്കോർഡ്, ഒരു പേഷ്യന്റിന് ഒരു റെക്കോർഡ് എന്നുള്ള രീതിയിൽ അവർ ഒരു ഫയൽ മെയിൻറ്റെയിൻ ചെയ്യും. ഒരു എന്താ അവര് ഒരു പെർമനന്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, പേഷ്യന്റ് ID നമ്പർ ഒറ്റ പ്രാവശ്യം നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ എത്ര പ്രാവശ്യം അവിടെ ട്രീറ്റ്മെന്റിന് പോയാലും ഈ കാർഡും കൊണ്ടാണ് നമ്മൾ പോവുക. നമ്മൾ ചെല്ലുമ്പോൾ അവൻ എന്ത് ചെയ്യും, നമ്മുടെ ഫയൽ ആ നമ്പർ നോക്കിയിട്ട് കറക്റ്റ് ഫയൽ നമ്മുടെ മുമ്പ് ചികിത്സിച്ചതിന്റെ ഡീറ്റെയിൽസ് ഉള്ള ആ ഫയൽ എടുക്കും. നമ്മൾ ആ ഫയലും കൊണ്ടാണ് പിന്നെ ഡോക്ടറിന്റെ അടുത്ത് പോവാറ്. പിന്നീടാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ പേഷ്യന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. നമ്മൾ ഓരോ പ്രാവശ്യവും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുമ്പോൾ നമ്മൾ എടുക്കണ അല്ലെങ്കിൽ ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ റെക്കോർഡിനെയാണ് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഫയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. മെഡിക്കൽ റെക്കോർഡ് ആർ ദ പേഷ്യന്റ് ഹെൽത്ത് ഹിസ്റ്ററി, ദ ഡോക്യുമെന്റ് ദ മെഡിക്കൽ കെയർ ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് ഹെൽത്ത് പ്രൊവൈഡേഴ്സ്. നമ്മുടെ പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഇത് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി ഈ മെഡിക്കൽ റെക്കോർഡിന് 2-3 പേരുണ്ട്, നിങ്ങളൊന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. മെഡിക്കൽ റെക്കോർഡ് ഈസ് നോൺ ആസ് ഹെൽത്ത് ചാർട്ട്, ഹെൽത്ത് റെക്കോർഡ്. ചില ഹോസ്പിറ്റലില് ഈ പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത്. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്ന പേരാണ് ഹെൽത്ത് റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ് ഈസ് ഓൾസോ നോൺ ആസ് ഹെൽത്ത് റെക്കോർഡ് ഓർ മെഡിക്കൽ ചാർട്ട്. 2 പേരാണ് അറിയണത്, ഹെൽത്ത് റെക്കോർഡ് അല്ലെങ്കിൽ മെഡിക്കൽ ചാർട്ട് പറയും. ഒന്ന് എഴുതി വെച്ച എല്ലാവരും. Medical record is also known as health record or medical chart. ഇനി എന്താണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് എഴുതി എല്ലാവരും. നമ്മളെല്ലാവരും മെഡിക്കൽ റെക്കോർഡ് കണ്ടിട്ടുണ്ടാവില്ലേ? ഈ കാർഡിൽ നിന്ന് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ റിസപ്ഷനിൽ ചെയ്യും, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഏരിയ ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ കാർഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫയൽ അവരെടുക്കും, അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡാണ് അവരതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ആ സോർട്ട് ചെയ്ത് കറക്റ്റ് ഫയൽ നമുക്ക് എടുത്തരും. നമ്മുടെ പേരൊക്കെ നോക്കും, ചെക്ക് ചെയ്യും, ആ ഡേറ്റ് ഇട്ടിട്ട് നമുക്ക് ആ ഡോക്ടറുടെ അടുത്തേക്ക് പാസ് ചെയ്യും, ആ ഫയൽ പാസ് ചെയ്യും. നമ്മൾ അതേപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ എല്ലാവരും, മെഡിക്കൽ റെക്കോർഡ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇല്ലേ? അതെ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ സീറ്റ് എടുക്കാറുള്ളൂ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ് കൂടുതലായിട്ടുള്ളത്.
ഇനി ഞാൻ പറയാൻ പോണത് മെഡിക്കൽ റെക്കോർഡിന്റെ ഡെഫിനിഷൻ ആണ്. എ മെഡിക്കൽ നമ്മുടെ ഇല്ല, അത് നമ്മൾ എഴുതിയെടുക്കണം. എ മെഡിക്കൽ റെക്കോർഡ് is a written or electronic document that contains a patient's health history and medical care. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടില്ല കേട്ടോ. അരുണിമ നോക്കാം. A medical record is a written or electronic documents that contain a patient's health history and medical care. അപ്പൊ മുമ്പൊക്കെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ എങ്ങനെയായിരുന്നു, ഞാൻ എന്റെ കാർഡ് കൊടുക്കുമ്പോ എന്ത് ചെയ്യുന്ന ഇവര് വന്ന ഫയൽ എടുത്തിട്ടു ഞങ്ങൾ ആ മോളെ കാണിക്കാനൊക്കെ മെയിൻ ആയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവാറ്. അപ്പൊ ആ ഡോക്ടറെ കാണിക്കും, മെഡിസിൻ വാങ്ങി പോവുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പ് 1 month മുമ്പ് ഞാൻ ഇതേപോലെ ഞങ്ങളുടെ അടുത്തായി കുറച്ച് ദൂരമുണ്ട്, അവിടെ ഹോസ്പിറ്റലിൽ പോയി, പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു ഞാൻ പോയിട്ട്. അപ്പൊ ഞാൻ കാർഡ് എടുക്കാൻ മറന്നു പോയി, അല്ലെങ്കിൽ ഞാൻ കാർഡ് കൊണ്ടാണ് പോവാറ്. സോ ഞാൻ പേഴ്സ് മറന്നു പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിവിടെ കുറച്ച് കാർഡ് ഉള്ളതാണ്, അപ്പൊ കാർഡ് എടുക്കാൻ മറന്നു പോയി. അപ്പൊ ചോദിച്ചു, എന്റെ അടുത്ത് ചോദിച്ചു ഫോൺ നമ്പർ അറിയോ, അന്ന് രജിസ്റ്റർ ചെയ്ത സമയത്ത് ഫോൺ നമ്പർ അറിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. ഞാൻ അപ്പൊ തന്നെ അവരെന്ത് ചെയ്തു, സിസ്റ്റത്തിലേക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഉള്ള എല്ലാ മെഡിക്കൽ റെക്കോർഡും സിസ്റ്റത്തിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ ഇലക്ട്രോണിക്കലി ആയി. ഞാൻ ചോദിച്ചപ്പോ എന്നോട് ചോദിച്ചത് പറഞ്ഞു വേദനല്ലേ പേര്, അതെ. അപ്പൊ ഓക്കെ, ഡോക്ടർ ക്യാബിനിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു റെക്കോർഡ് ചീട്ട് എടുക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, അത് അവിടെ അയച്ചിട്ടുണ്ട് നോക്കാം. ഞാൻ ഓക്കെ, അവിടേക്ക് ചിലപ്പോ കൊടുത്തു വിടേയിരിക്കും, പഴയ റെക്കോർഡ് എടുത്ത് കൊടുത്തു വിടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറിന്റെ ക്യാബിനിൽ ചെന്ന് ഡോക്ടറുടെ മുമ്പിൽ സിസ്റ്റം ഉണ്ട്. സാധാരണ ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ സിസ്റ്റം കയ്യിൽ വെക്കാറില്ല, സൈഡിലായിട്ട് സിസ്റ്റം വെക്കുന്നുണ്ട്. ഡോക്ടർ പേരൊക്കെ ചോദിച്ചു, വെയിറ്റ് നോക്കി രജിസ്റ്റർ അത് ടൈപ്പ് ചെയ്യണം. അപ്പൊ തന്നെ സിസ്റ്റത്തിലേക്ക് അത് എൻട്രി ചെയ്യണം. വെയിറ്റ് നോക്കുന്നുണ്ട്, അപ്പൊ തന്നെ അത് എൻട്രി ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടർ പരിശോധനയൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു മെഡിസിൻ എഴുതിയിട്ടുണ്ട്, കളക്ട് ചെയ്തോളാം പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ചീറ്റെന്ന് ചോദിച്ചു. അവിടെ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഡോക്ടർ ചീറ്റെന്ന് ചോദിച്ചപ്പോൾ ഇല്ല അയച്ചിട്ടുണ്ട്, ഇത് ഓൺലൈനാന്ന് പറഞ്ഞു. ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഭയങ്കര മാറ്റം എന്ന് വെച്ചാല് മുമ്പ് റിട്ടേൺ ആയിട്ട് സൂക്ഷിച്ചിരുന്ന കാര്യങ്ങൾ ആ റെക്കോർഡ് ഇപ്പൊ എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ വഴിയാണ് അവർക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പേര് വിളിച്ചിട്ട് ഞാൻ ചെന്നു, സാറിന്റെ പേര് ചെന്നപ്പോ പറഞ്ഞു വേദയല്ലേ, പേര് അവർ കൺഫേം ചെയ്തു, വേദയല്ലേ ഇന്നലെ എണ്ണിനല്ലേ കണ്ടത്, ഈ ഡോക്ടറിലെ സംസാരിച്ചു ആരെയും പറഞ്ഞപ്പോ അവരുടെ മെഡിസിൻസ് അതിന്റെ ചീട്ടും തന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ എന്താ മനസ്സിലാക്കിയത്, ഇപ്പോഴത്തെ റെക്കോർഡ് റിട്ടേൺ മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്, കൂടാതെ ഇപ്പൊ നമ്മുടെ പ്രസന്റ്ലി ഫുള്ളി എന്തായി ഇലക്ട്രോണിക്കലി ആയി ഇപ്പൊ റെക്കോർഡുകളൊക്കെ. ഞാൻ കണ്ട ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ അത്യാവശ്യം ടൗണിലോ ഒന്നുമല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അവിടെ വരെ എന്താണ് ഇലക്ട്രോണിക്കലി ആയി റെക്കോർഡിന്റെ ഒക്കെ ഹാൻഡ്ലിങ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ചില നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും. നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ മുമ്പൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോ റിട്ടേൺ റെക്കോർഡായിരുന്നു അവർ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇലക്ട്രോണിക്കലി ആയിരുന്നു. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോ, കേട്ടാ. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. മെഡിക്കൽ റെക്കോർഡ് മീൻസ് who, what, why, where, when the patient came to the hospital. ആരാണ്, എന്താണ്, എന്തുകൊണ്ടാണ്, എപ്പോഴാണ്, എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, പേഷ്യൻസിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടാവും. ഇറ്റ് ഇസ് എ ലീഗൽ ഡോക്യുമെന്റ് ആണ്. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ലീഗൽ ഡോക്യുമെന്റ് ആണ്. ഇനി എന്തെങ്കിലും കാരണവശാല് പേഷ്യൻസിന്റെ ഹെൽത്തിന് എന്തെങ്കിലും പറ്റി നമുക്ക് എന്തെങ്കിലും കേസ് കൊടുത്തു ചിലപ്പോൾ ഹോസ്പിറ്റലിനെതിരെ പേഷ്യന്റ് കേസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീഗൽ റെക്കോർഡായിട്ട് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഏത് പറ്റും, മെഡിക്കൽ റെക്കോർഡ് പറ്റും. അതാണ് ലീഗൽ റെക്കോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഫേവർ ദ പേഷ്യന്റ്, കൺസൾട്ടന്റ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽസ്. 4 പേർക്കും ഫേവറബിൾ ആയിട്ടാണ് മെഡിക്കൽ റെക്കോർഡ് നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് പേഷ്യൻസിന്
ഫേവറബിൾ ആയിട്ടാണ് പേഷ്യൻസിന്റെ ഹിസ്റ്ററി, പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, ഫുൾ മെഡിക്കൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള പ്രൊസീജിയേഴ്സും ഡയഗ്നോസും അങ്ങനത്തെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും ഡോക്ടർക്ക് വേണ്ടി അത് ഫേവറബിൾ ആണ്, ഹോസ്പിറ്റലിനും ഹോസ്പിറ്റൽ സ്റ്റാഫിനും അത് ഫേവറബിൾ ആണ്. കാരണം ചില പേഷ്യൻസ് ചില ഡോക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, പേഷ്യൻസിന് വേണ്ടിയിട്ട് സർജറി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട് വരാണെങ്കിൽ പേഷ്യൻസ് എന്തെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിനും അല്ലെങ്കിൽ ചികിത്സിച്ച ഡോക്ടർക്കും എതിരെ എന്ത് കൊടുക്കാറുണ്ട്, കേസ് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഡോക്ടർ എന്ത് ചെയ്യും, മെഡിക്കൽ റെക്കോർഡാണ് എവിടെ സബ്മിറ്റ് ചെയ്ത് കോർട്ടിലോ അല്ലെങ്കിൽ കൺസേൺ ആയിട്ടുള്ള അതോറിറ്റി സബ്മിറ്റ് ചെയ്യണത് ഈ മെഡിക്കൽ റെക്കോർഡ് ആയിരിക്കും. അപ്പൊ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ പേഷ്യന്റിന്റെ പൂർണ്ണ സമ്മതം വാങ്ങിച്ചിട്ടുണ്ടാവും. വല്ല സർജറിക്ക് മുമ്പാണെങ്കിൽ നമ്മുടെ ഇതൊക്കെ കൺസെന്റ് ഒക്കെ സൈൻ ചെയ്ത് വാങ്ങിക്കാറില്ലേ ഹോസ്പിറ്റൽസ്, എന്തെങ്കിലും സർജറിക്ക് മുമ്പായിട്ട് കൺസെന്റ് ഒക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പൊ ആ കൺസെന്റ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന രീതിയിലാണ് മെഡിക്കൽ റെക്കോർഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോർട്ടിൽ എന്താണെന്ന് പ്രസന്റ് ചെയ്യും. സോ ഇത് മെയിൻ ആയിട്ട് നമ്മുടെ പേഷ്യൻസിന്റെ ഫേവറിനും കൺസൾട്ടന്റിന്റെ ഫേവറിനും ഹോസ്പിറ്റൽ സ്റ്റാഫ് ഹോസ്പിറ്റലിന്റെ ഫേവറിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Then the legal accept enclose the requirements and principles relating to making medical record. നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡ് മേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ലീഗൽ ആക്ട്സ് ഒക്കെ നോക്കണം, പ്രിൻസിപ്പിൾസ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. obtaining it and releasing information from it. നമ്മൾ ആ മെഡിക്കൽ റെക്കോർഡ്സ് ഇൻക്ലൂഡിങ് ഇറ്റ്സ് കണ്ടന്റ് നമ്മൾ ആ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അത് യൂസ് ചെയ്യുന്ന സമയത്തും റിസ്ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യണം. മെഡിക്കൽ റെക്കോർഡ് മറ്റൊരാളുടെ കയ്യിലേക്കും പോകാൻ പാടില്ല. ഹോസ്പിറ്റലിന്റെ അകത്ത് ഹോസ്പിറ്റലിന്റെ കൺട്രോളിൽ വേണം നമ്മൾ ഇത് എന്ത് ചെയ്യാനായിട്ട് സൂക്ഷിച്ചു വെക്കാം. മെയിൻറ്റെയിനിങ് ഇറ്റ്, ഒബ്റ്റെയിൻ ഇറ്റ് ആൻഡ് റിലീസ് ഇൻഫർമേഷൻ ഫ്രം ഇറ്റ്. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ്. ഇവരുടെ റെക്കോർഡൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, റിലീസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. Hospital put together keep the medical record mainly for the benefits of the patient. നമ്മൾ പറഞ്ഞു മെഡിക്കൽ റെക്കോർഡ്സ് പേഷ്യന്റിന്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് അത് എന്ത് ചെയ്യണത്, നമ്മൾ കീപ്പ് ചെയ്യണത്, സൂക്ഷിച്ചു വെക്കുന്നത്. മെഡിക്കൽ റെക്കോർഡ്സ് ആർ കെപ്റ്റ് ആസ് ഗൈഡ് ടു കൺസൾട്ടന്റ്. നമ്മുടെ കൺസൾട്ടന്റ് ഒരു ഗൈഡ് ആയിട്ട് അതിൽ സൂക്ഷിക്കാൻ പറ്റും. കാരണം ഇപ്പം മുമ്പ് ഇദ്ദേഹത്തിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, അതെന്തൊക്കെ മെഡിസിൻസ് ആണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്, മെഡിക്കൽ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കൺസൾട്ടൻസിന് പറ്റും. അപ്പൊ പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് അതുവഴി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ഫോർ ദ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്, മെഡിക്കൽ ഫീൽഡിൽ റിസർച്ച് ഒക്കെ നടത്താറുണ്ട്. PhD ഒക്കെ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ അവര് എന്തെങ്കിലും കുറിച്ചിട്ട് റിസർച്ച് ഒക്കെ നടത്തും. പേഷ്യൻസിൽ റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് ഈ മെഡിക്കൽ റെക്കോർഡ് എടുക്കും. ഇല്ലേ, നമ്മളൊരു സിനിമയിലൊക്കെ ഇതേപോലെ ഒരു മെഡിക്കൽ റെക്കോർഡ് റെഫർ ചെയ്യണ ഒരു സിനിമയിലെല്ലാം ഓർമ്മയുണ്ടോ? ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്, അത് മെഡിക്കൽ റെക്കോർഡ് എടുത്ത് PhD-യുടെ അതിന്റെ പ്രൊജക്ടിന്റെ എന്തോ ഭാഗമായിട്ട് മെഡിക്കൽ റെക്കോർഡ് റെഫർ ചെയ്യുന്ന ഒരു സിനിമ ഗജനി, അറിയോ? കണ്ടിട്ടുണ്ട് അതില്? ഞാൻ പറയണത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ആ സിനിമ കണ്ടിട്ടില്ലേ? അതിൽ നമ്മള് മെഡിക്കൽ റെക്കോർഡ് എടുത്താണ് കൂടുതൽ കണ്ടിട്ടുണ്ടോ? അത് റെഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യാൻ പറ്റും, മെഡിക്കൽ റെക്കോർഡ് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ആ ഒരു പേഷ്യന്റിന് പ്രത്യേകതരം അസുഖമാണെന്ന് ആരാണ് അതിൽ ഹീറോയിൻ തിരിച്ചറിയുകയും ഇന്നതൊക്കെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഉള്ളതൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചിന്റെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. സെക്യൂരിറ്റി ഓഫ് ദ ഫിസിഷ്യൻ, ഹോസ്പിറ്റൽ സ്റ്റാഫ്, ഹോസ്പിറ്റൽ അഗെയിൻസ്റ്റ് അൺഫെയർ ക്രിറ്റിസിസം. നമുക്ക് ഈ പേഷ്യൻസ് ഒക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും സൈഡ് എഫക്റ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് നമ്മളെ ക്രിറ്റിസിസം ചെയ്യും, വിമർശിക്കാറുണ്ട്. എന്താ പറയാ, മോശമായിട്ട് വിമർശിക്കാറുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്നോ മിസ്റ്റേക്ക് പറ്റി എന്നുള്ള രീതിയിൽ അവർ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിമർശിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിമർശനം നേരിടേണ്ടി വന്നാല് നമുക്കൊരു സെക്യൂരിറ്റി ആയിട്ട് ഈ മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഫിസിഷ്യൻ പറയാൻ പറ്റും, ഞാൻ ഇന്ന ട്രീറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന് കൊടുത്തത്, ഇന്ന മെഡിസിൻസ് ആണ് കൊടുത്തത്, ഇതൊന്നും അദ്ദേഹത്തിന് ഹാർംഫുൾ അല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തത്. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് ഇത് പ്രവർത്തിക്കും. മെഡിക്കൽ റെക്കോർഡ് ഹെൽപ്പ് ചെയ്യും. When the hospital let in a patient, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റ് അകത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ആ പേഷ്യന്റും ഹോസ്പിറ്റലും നമ്മളൊരു ഇംപ്ലോയിഡ് കോണ്ടാക്ടിൽ ഏർപ്പെടുകയാണ്.
നിങ്ങൾ എന്ത് ആവശ്യത്തിനാണോ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും കെയറും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തോളാം എന്നൊരു ഇംപ്ലൈഡ് ആയിട്ടുള്ള കോണ്ടാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഇതിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ക്രമപരമായിട്ടുള്ള ഒരു ക്രൊണോളജിക്കൽ ആയിട്ടുള്ള റെക്കോർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓർഡർലി ആയിട്ടുള്ള ഒരു റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എല്ലാ പേഷ്യൻസിനും ചിലപ്പോൾ ആൽഫബറ്റിക് ഓർഡർ ആയിരിക്കും, ചിലപ്പോൾ ന്യൂമറിക്കൽ ഓർഡർ ആയിരിക്കും. ആ ന്യൂമറിക്കൽ ഓർഡറാണ് മെയിൻ ആയിട്ട് കൺട്രോൾ. നമ്പർ സിസ്റ്റം ആണ് ഹോസ്പിറ്റൽസിലൊക്കെ റെക്കോർഡ് കീപ്പ് ചെയ്യുമ്പോൾ നമ്പർ സിസ്റ്റം ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്പർ സിസ്റ്റത്തിന്റെ ബേസിൽ നമ്മൾ നമ്പർ പുതിയൊരു പേഷ്യന്റ് വരുമ്പോൾ തന്നെ അവർക്ക് അഡ്മിഷൻ കൊടുക്കും, പുതിയ ID കാർഡ് കൊടുക്കും, നമ്മൾ എന്ത് കൊടുക്കും, ഒരു പുതിയ പേഷ്യന്റ് ഫയൽ അല്ലെങ്കിൽ റെക്കോർഡ് കൂടി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ ചെയ്യണത്. നോക്കാം. When the hospital let in a patient, ഒരു പേഷ്യന്റ് അതിന് വരാണെങ്കിൽ എംപ്ലോയിഡ് കോൺടാക്ട് പ്രൊവൈഡ് സർവീസ് നീഡഡ്. നമ്മളൊരു എംപ്ലോയിഡ് കോൺടാക്ട് ഏർപ്പെടാണ് needed in the care and the treatment of the patient. നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തോളാം, കെയർ കൊടുത്തോളാം എന്നുള്ളൊരു എംപ്ലോയിഡ് കോൺടാക്ട് ഏർപ്പെടും. This calls for keeping the chronological record of care. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ chronological record, ക്രമപരമായിട്ടുള്ള റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ബൈ പേഴ്സണൽസിന് കെയറും ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു റെക്കോർഡ്, ക്രോണോളജിക്കലുള്ള റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റൽസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത്രയുമാണ് മെഡിക്കൽ റെക്കോർഡ് നമ്മുടെ ടെസ്റ്റിലുള്ളത്. ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ പറഞ്ഞത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ എഴുതി വെക്കാം. ഈ ഇതിൽ തന്നെ ബുക്കിൽ തന്നെ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ് 2 പേരുകളുണ്ട്. അത് ഏതൊക്കെയായിരുന്നു രണ്ട് പേര് ഞാൻ പറഞ്ഞത്? ഹെൽത്ത് റെക്കോർഡും മെഡിക്കൽ ചാർട്ടും. ഓക്കെ, ഹെൽത്ത് റെക്കോർഡ്, മെഡിക്കൽ ചാർട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 കാര്യങ്ങളും മറക്കരുത്, അതും കൂടി എഴുതി വെക്കാം. അപ്പൊ ഒന്ന് വായിച്ചിരിക്കും എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. വായിച്ചു നോക്കിയിട്ട് എല്ലാ ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കട്ടോ. ലാസ്റ്റ് പോയിന്റ്, നമ്മൾ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ തന്നെ ആ ഹോസ്പിറ്റലും ആ പേഷ്യന്റ് നമ്മളൊരു ഇംപ്ലോയിഡ് കോൺടാക്റ്റിൽ ഏർപ്പെടുകയാണ്. നമ്മളിങ്ങനെ റിട്ടേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്ലോയിഡ് കോൺടാക്റ്റിൽ ഏർപ്പെടുക. അതിലും ഇവിടേക്ക് എന്ത് ആവശ്യത്തിനാണോ വന്നത് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തോളാം എന്നുള്ള ഒരു കോൺടാക്റ്റിലാണ് ആ പേഷ്യന്റ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം ഉള്ളൂ. ദെൻ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്രോണോളജിക്കൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ക്രമപരമായിട്ടുള്ള റെക്കോർഡുകൾ ഓരോ പേഷ്യൻസിനും ആദ്യം വന്ന പേഷ്യൻസിനനുസരിച്ച് ഒരു ക്രമത്തിൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇതിന്റെ ബേസിലാണ് നമ്മൾ കെയർ ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. മെഡിക്കൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യും. അതിന്റെ ബേസിൽ അവർക്ക് അതിലായിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റും മെഡിസിൻസും പിന്നെ നമ്മുടെ ഒബ്സർവേഷൻസും എല്ലാം എഴുതി സൂക്ഷിക്കേണ്ടത് ഏതിലായിരിക്കും, മെഡിക്കൽ റെക്കോർഡിലായിരിക്കും. അത്ര ഉള്ളു പോലെ ഒന്ന് വായിച്ചു നോക്കിയേ. ആ രണ്ട് പോയിന്റ് ആയിട്ട് ഒന്ന് വായിക്കുകയാണെങ്കിൽ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ. ഇനി നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഫോളോ ചെയ്തതായിട്ട് വരുന്നത്. സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങൾ, കുറച്ച് റൂൾസ് പോലത്തെ കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തതായിട്ട് വരും. സ്റ്റാൻഡേർഡ്സ് ആർ നോർമലി എ മെഷർ സെറ്റ് ബൈ അൻ എക്സ്പെർട്ട് അതോറിറ്റി ആസ് ദ റൂൾസ് ഫോർ മെഷറിംഗ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. അപ്പം മെഡിക്കൽ റെക്കോർഡിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അതോറിറ്റീസ് ആയിരിക്കും എന്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവാം, സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടാകാം. അതിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത്. ഈ സ്റ്റാൻഡേർഡിന്റെ ബേസിൽ നമുക്ക് accordance with the standard is normally a condition of license, accreditation and the payment service.
നമ്മൾ ഈ സ്റ്റാൻഡേർഡിന്റെ ബേസിൽ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്തൊക്കെയാണ്? കണ്ടീഷൻ വ്യവസ്ഥ, ലൈസൻസിങ്ങിനുള്ള വ്യവസ്ഥകള്, അതേപോലെ അക്രഡിറ്റേഷൻ അംഗീകാരം, അതേപോലെ നമ്മുടെ പേയ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഏതിലെ മെഡിക്കൽ റെക്കോർഡിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. The hospital must keep the medical record that the documents are correctly and timely manner. നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് കറക്റ്റ്ലി ആൻഡ് ടൈംലി മാനറിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഒരു പേഷ്യന്റ് വന്നു, ഹോസ്പിറ്റലിൽ വന്നു, ആ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എടുത്തു, ആ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് എല്ലാവരും നമ്മൾ ആ ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യണം. ആ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ വിട്ട് പോയതിനു ശേഷം വിത്തിൻ 24 hours ആണെന്ന് തോന്നുന്നുണ്ട്, അതെന്ത് ചെയ്യണം? ആ ഒരു റെക്കോർഡിലേക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ടൈംലി ആയിരിക്കണം, പെർഫെക്റ്റ് ടൈംലി ആയിരിക്കണം. പിന്നെ അതേപോലെ ഇനി ആ പേഷ്യന്റ് ഫോളോ അപ്പ് ചെക്കപ്പിന് വന്നു എന്ന് വിചാരിച്ചു, തിരിച്ചൊരു ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ നമ്മൾ ആ റെക്കോർഡ് എടുക്കുക. ആ റെക്കോർഡ് നമ്പർ താഴെ നമ്മൾ റെക്കോർഡ് ഫയൽ എടുക്കുക. ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ട്രീറ്റ്മെന്റ് എടുത്തതിന്റെ ഡീറ്റെയിൽസ്, ലാബ് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ റിസൾട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണോ ആ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് ആ ഡീറ്റെയിൽസ് മൊത്തം എന്തായിരിക്കണം? റിട്രീവ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. Are perfect and readily available for swift retrieval of the information including statistical data. നമ്മുടെ ഈ ഡാറ്റാസ് മെഡിക്കൽ റെക്കോർഡിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ അത് എന്ത് ചെയ്തിരിക്കണം? മെയിൻറ്റെയിൻ ചെയ്യണം. ഡോക്യുമെന്റ്സ് കറക്റ്റ് ആയിരിക്കണം, ടൈംലി മാനർ ആയിരിക്കണം, പെർഫെക്റ്റും റെഡിലി അവൈലബിൾ ആയിരിക്കണം. നമുക്ക് ഇൻഫർമേഷൻസ് എപ്പോൾ വേണമെങ്കിലും റിട്രീവൽ ചെയ്യാൻ പറ്റണം. റിട്രീവൽ എന്ന് വെച്ചാൽ വീണ്ടെടുക്കാൻ പറ്റണം. വീണ്ടും ആ ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വേണം. സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് വെച്ചാൽ എക്സ്പെർട്ട് അതോറിറ്റീസ് ആണ് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്നത്. നമ്മളുടെ മെഡിക്കൽ റെക്കോർഡ് ക്വാണ്ടിറ്റി ക്വാളിറ്റി വളർത്താൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്നത്. ഈ സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്ക് നല്ല കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്, കുറച്ച് വ്യവസ്ഥകൾ പറയുന്നുണ്ട്, ലൈസൻസിന്റെ കാര്യം പറയുന്നുണ്ട്, അക്രഡേഷന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, പേയ്മെന്റ് ഓഫ് സർവീസിന്റെ പേയ്മെന്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് വെച്ചാൽ ഹോസ്പിറ്റൽ റെക്കോർഡ് ഡോക്യുമെന്റ്സ് നമുക്ക് കറക്റ്റ്ലി ടൈംലി മാനറിൽ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്തോളണം. അതേപോലെ പെർഫെക്റ്റ്ലി ആൻഡ് റെഡിലി അവൈലബിൾ ആയിരിക്കണം. ഇപ്പൊ ഏതൊരു സമയത്ത് പോയാലും നമുക്ക് ആ പേഷ്യന്റ് ഫയൽ എന്ത് ചെയ്യാൻ പറ്റണം? അസസ് ചെയ്യാനായിട്ട് പറ്റണം. റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ, നമ്മൾ ആ ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് വീണ്ടെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ റെഡിലി അവൈലബിൾ ആയിരിക്കണം. ഇൻഫർമേഷൻസ് പെട്ടെന്ന് നമുക്ക് റിട്രീവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. വായിച്ചോക്കി. അതുപോലെ കുറച്ചൊന്ന് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അതിനുള്ളിലെ തന്നെയല്ല, നമുക്ക് മനസ്സിലായ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. കാരണം ഇൻട്രൊഡക്ഷൻ പോർഷൻ കുറച്ച് ടഫാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് കേട്ടോ. ഈ രണ്ട് പാരഗ്രാഫ്, 2 പോയിന്റ് മാത്രം കുറച്ച് ടഫാണ്, ബാക്കിയൊക്കെ അത്യാവശ്യം ഈസിയാണ്. നമുക്കത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പൊ തന്നെ നിങ്ങളിലേക്കും ഇതിലേക്ക് വന്നിട്ടില്ലേ, 9ലേക്ക് വന്നിട്ടുണ്ടല്ലോ, കുറെ റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിച്ചു വെച്ച ഒരു റൂമും. അപ്പൊ പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോ നമ്മൾ കാർഡ് കൊടുക്കണതൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് ഓർമ്മയിൽ വരില്ലേ? കാരണം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ. ഇത് വായിച്ചു പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. അതെ, നിങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഒന്ന് മെസ്സേജ് അയക്കണം. കാരണം നിങ്ങളുടെ ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. പുതിയൊരു ടോപ്പിക് ആണ്, എല്ലാവർക്കും ഈ ഒരു മേഖലയെ കുറിച്ച് അറിയുന്നവരാവില്ലല്ലോ പഠിക്കുന്നത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറഞ്ഞ് വിടാം കേട്ടോ. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഓക്കെ, വേറെ ഉള്ളതൊക്കെ ഓക്കെയാണ്. ഇനി നമ്മള് ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് മസ്റ്റ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. താഴെ പറയുന്നതില് നമ്മൾ ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡില് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്ന വ്യക്തിനെ നമ്മൾ എന്ത് പറയണത്? അഡ്മിറ്റ് ആക്കണ വ്യക്തിനെ, അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ ഇൻപേഷ്യന്റ് പറയുന്നത്. നിങ്ങൾ ഇൻപേഷ്യന്റെ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. സോ അവർ ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് എന്തൊക്കെ കാര്യങ്ങളാണ്, മെഡിക്കൽ റെക്കോർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പറയുന്നത്? അബ്സല്യൂട്ട് ആൻഡ് കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അബ്സല്യൂട്ട് ആയതും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡാറ്റാസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റെക്കോർഡിൽ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. കറക്റ്റ് ആയിരിക്കണം, അബ്സല്യൂട്ട് ആയിരിക്കണം. അങ്ങനത്തെ ഡാറ്റാസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. എ ഡീറ്റെയിൽ മെഡിക്കൽ ഹിസ്റ്ററി കംപ്ലീറ്റഡ് ബിറ്റ്വീൻ 1st
24 hours of admission to inpatient service. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ആ പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, മുമ്പ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ, അതിന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ, പേര്, ഡീറ്റെയിൽസ്, സ്ഥലം, അതേപോലെ മെഡിസിൻ ആയിട്ട് റിലേറ്റഡ് എന്തെങ്കിലും അലർജീസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടോ, എന്തെങ്കിലും അസുഖങ്ങൾ ചെറുപ്പം മുതലേ ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ്, ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ആ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യണം വിത്തിൻ 24 hours. A detailed medical history complete within the 24 hours of admission to inpatient. ഇനി നമ്മളുടെ പേഷ്യന്റിന് ഫിസിഷ്യൻ വന്ന് വിസിറ്റ് ചെയ്യണം. ഫിസിഷ്യൻ അസസ്മെന്റ് ചെയ്യണം. ഫിസിഷ്യൻ വന്നിട്ട് പരിശോധിക്കണം അസുഖം എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക. അവരെ എന്തിനു വേണ്ടി അഡ്മിറ്റ് ചെയ്തിരിക്കാൻ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. Physician assessment complete within the first 24 hours of admission to inpatient service. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഫിസിഷ്യൻ അസസ് ചെയ്ത് ആ റിപ്പോർട്ട് കൂടി എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം, മെഡിക്കൽ റിപ്പോർട്ടിൽ എഴുതിക്കണം. പ്രൂഫ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോർമഡ് കൺസെന്റ്. ഇനി എന്തെങ്കിലും കൺസെന്റ്, ഇപ്പൊ ചില പേഷ്യൻസിനൊക്കെ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സർജറി അങ്ങനെ എന്തെങ്കിലും ഭാഗമായിട്ട് നമ്മൾ ആ പേഷ്യന്റ് മാറ്റേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൺസെന്റ് ആ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ച് മെഡിക്കൽ റെക്കോർഡിൽ സൂക്ഷിക്കണം. ഇപ്പൊ നമ്മൾ സർജറിക്കൊക്കെ മുമ്പായിട്ട് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാറുണ്ട്, നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിക്കാറുണ്ട്. സാധാരണ സിസേറിയൻ ആണെങ്കിൽ പോലും അവർ കുറച്ച് ഫോംസ് ഒക്കെ ഫിൽ ചെയ്യും, ഇതിന്റെ സൈഡ് എഫക്ട് ഇന്നതൊക്കെയാണെന്നൊക്കെ പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്നതൊക്കെ വരാം, ഇതിന് ഹോസ്പിറ്റലോ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഡോക്ടറോ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് സൈനൊക്കെ ചെയ്ത് വാങ്ങിക്കുന്നത്. നമ്മുടെ പൂർണ്ണ സമ്മതപ്രകാരമാണ് ഞാൻ ഈ ഒരു സർജറിയുടെ ഭാഗമാവുന്നതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് സൈൻ ചെയ്തൊക്കെ കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും കൺസെന്റ് ഉണ്ടെങ്കിൽ അതും സൂക്ഷിച്ചു വെക്കണം മെഡിക്കൽ റെക്കോർഡിൽ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓൾ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്റ്റിക് പ്രൊസീജിയർ. നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിനകത്ത് വന്നതിന് ശേഷം എന്തൊക്കെ ഡയഗ്നോസിസ് ആണ് ചെയ്തത്, രോഗനിർണയം ചെയ്തിട്ടുണ്ടോ, എന്ത് രോഗമാണെന്നാണ് കണ്ടെത്തിയത്, ഈ രോഗനിർണയത്തിന് എന്ത് തെറാപ്പി ചികിത്സയാണ് പ്രൊവൈഡ് ചെയ്തത്, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മെഡിക്കൽ റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇനി നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പാത്തോളജി, ക്ലിനിക്കൽ ലബോറട്ടറി എക്സാമിനേഷൻ ആസ് വെൽ ആസ് റേഡിയോളജി ആൻഡ് ന്യൂക്ലിയർ മെഡിസിൻ എക്സാമിനേഷൻ. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പാത്തോളജിക്കൽ ടെസ്റ്റോ ക്ലിനിക്കൽ ലബോറട്ടറി ലാബ് ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടോന്നോ, റേഡിയോളജി എന്ന് പറയുമ്പോൾ സ്കാനോ എക്സ്റേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്നോ, ന്യൂക്ലിയർ മെഡിസിന്റെ എക്സാമിനേഷൻസ് വല്ലതും നടത്തിയിട്ടുണ്ടോന്നോ, അതിന്റെയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ നമ്മുടെ മെഡിക്കൽ റെക്കോർഡിനോടൊപ്പം എന്ത് ചെയ്തിരിക്കണം, അറ്റാച്ച് ചെയ്തിരിക്കണം. ഇനി കൺസൾട്ടേഷൻ റിപ്പോർട്ട്സ് ആൻഡ് പ്രോഗ്രസ് നോട്ട്. നമ്മൾ പേഷ്യൻസിന് ഓരോ ദിവസം വന്നിട്ട് കൺസൾട്ട് ചെയ്യാറുണ്ട് ഡോക്ടേഴ്സ്. ഇൻപേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിന് ഡെയിലി മോർണിംഗ് റുട്ടീൻ വരുമ്പോ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ പ്രോഗ്രസ് നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ആ നോട്ട് കൂടി മെഡിക്കൽ റെക്കോർഡിൽ അറ്റാച്ച് ചെയ്തിരിക്കണം. ഓപ്പറേറ്റീവ് ആൻഡ് അനസ്തീഷ്യ റിപ്പോർട്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത പേഷ്യന്റ് ഓപ്പറേഷനോ സർജറിയുടെ ഒക്കെ ഭാഗമായിട്ടാണ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റീവ് റിപ്പോർട്ട്, എന്ത് ഭാഗമാണ് റിമൂവ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ സർജറി ചെയ്യുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടും അനസ്തീഷ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ അനസ്തീഷ്യയുടെ ഡീറ്റെയിൽസ്, എത്ര ഡോസാണ് കൊടുത്തത്, എവിടെയാണ് കൊടുത്തത്, എന്ത് അനസ്തീഷ്യയാണ് കൊടുത്തത് എന്നുള്ള ഡീറ്റെയിൽസ്, ആരാണ് കൊടുത്തത്, ആ സമയത്ത് പേഷ്യന്റിന് എത്രയാണ് BP, എത്രയാണ് ബ്ലഡ് പ്രഷർ, അതേപോലെ തന്നെ ഹാർട്ട് ബീറ്റ് എങ്ങനെയായിരുന്നു, നോർമൽ ആയിരുന്നോ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഈ അനസ്തീഷ്യ റിപ്പോർട്ട് എഴുതിയിരിക്കണം. എന്നിട്ട് അത് എഴുതി മെയിൻറ്റെയിൻ ചെയ്യുന്ന മെഡിക്കൽ റെക്കോർഡിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പേഷ്യന്റിന്റെ അസുഖമൊക്കെ മാറി നമ്മൾ എന്ത് ചെയ്യും, പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും, പുറത്താക്കും, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ നമ്മൾ അവസാനം പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടാണ് ഡിസ്ചാർജ് സമ്മറി. എന്താണ് ഡിസ്ചാർജ് സമ്മറി? A discharge summary written at the termination of hospitalization. നമ്മുടെ ഹോസ്പിറ്റലൈസേഷന്റെ അവസാനം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു റിട്ടേൺ ഡോക്യുമെന്റിനെയാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ബ്രീഫ്ലി സമ്മറൈസിംഗ് ദ റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ. ഫസ്റ്റ് പറയണേ എന്തുകൊണ്ടാണ് ഈ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ്, ഈ കാലയളവിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റി, എന്ത് പ്രൊസീജിയർ ആണ്, എന്ത് ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണ് ഫോളോ ചെയ്തത്, എന്ത് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു. പ്രൊവൈഡ് ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് ഓൺ ഡിസ്ചാർജ്. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പേഷ്യന്റ് അസുഖം പൂർണ്ണമായി മാറിയിട്ടുണ്ടോ, ഇനി അദ്ദേഹത്തിന് ഇപ്പൊ ചില പേഷ്യൻസ് അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയി കഴിഞ്ഞാലും ഫോളോ ചെയ്യുന്ന മെഡിസിൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതേപോലെ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഗിവൺ ടു ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി. ചില കാര്യങ്ങളിൽ പേഷ്യന്റ് ഫാമിലിക്ക് കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്, അത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഡിസ്ചാർജ് സമ്മറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. മെഡിക്കൽ റെക്കോർഡ് ഷുഡ് ബി കോൺഫിഡന്റ്ലി ഗ്യാരണ്ടീഡ്, presently authenticated, legible and complete. നമ്മളുടെ
എന്താണ് പറയുന്നത്, ഹോസ്പിറ്റൽ ഡിസ്ചാർജ് മെഡിക്കൽ റെക്കോർഡുകൾ എപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം നമ്മുടെ ഇൻഫർമേഷൻസ് ഒന്നും എന്ത് ചെയ്യുന്ന സ്വകാര്യതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, മെഡിക്കൽ റെക്കോർഡ് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഇനി ഒതന്റിക്കേറ്റഡ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് മാത്രമല്ല, ലെജിബിൾ ആയിരിക്കണം, വായിക്കാൻ പറ്റണം. നമുക്കത് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റണം. നമ്മൾ പറയില്ലേ ഡോക്ടേഴ്സിന്റെ എഴുത്തൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഫൈൻ ഉണ്ട്. അപ്പൊ അത് അവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ. ദെൻ കംപ്ലീറ്റും ആയിരിക്കണം, പൂർണ്ണമായിരിക്കണം. മെഡിക്കൽ റെക്കോർഡ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം, പൂർണ്ണമായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് വേഗം വായിച്ചു നോക്കി എല്ലാവർക്കും. ഒന്ന് വായിച്ചിട്ട് നല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഒതന്റിക്കേറ്റഡ് മീൻസ് അംഗീകരിക്കുക, അധികാരമുള്ളവര്. ചില നമ്മള് ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അധികാരം ഉള്ള വ്യക്തികൾ, അധികാരികൾ എന്ന് പറയാം. അധികാരികത എന്നൊക്കെ പറയാൻ കുഴപ്പമില്ല. ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമേ നമ്മൾ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധികാരപ്പെട്ട വ്യക്തികളെ മാത്രമേ മെഡിക്കൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ, ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ലെജിബിൾ എന്ന് പറഞ്ഞാൽ വായിക്കാൻ പറ്റുന്നതായിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. റിസൾട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഫൈനൽ എക്സാം നമ്മളുടെ എക്സാം കൂടി മൊഡ്യൂൾ 3 4 കൂടി കംപ്ലീറ്റ് ആയിട്ടല്ലേ ഫൈനൽ എക്സാം വരുള്ളൂ. കാൽക്കുലേറ്റ് ചെയ്ത് 6 മന്ത്സിന്റെ കോഴ്സ് ആണ്. അപ്പൊ എന്തെങ്കിലും ഫൈനൽ എക്സാം ഉണ്ടാവും. അപ്പൊ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു. 6 മന്ത്സ് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോഴേക്കും ഫൈനൽ എക്സാം ഉണ്ടാവും. ഫെബ്രുവരി കഴിയും, മാർച്ച്. ഓക്കെ, വായിച്ചു നോക്കിയ എല്ലാവരും? വായിച്ചു നോക്കിയാ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? വായിച്ചു നോക്കിയാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് പിള്ളേരെ? എസ്തോ ക്ലിയർ ആണ്? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? നിങ്ങൾ റിപ്ലൈ തന്നോട്ടെ. കാരണം എനിക്ക് നിങ്ങൾ പുതിയതായിട്ടൊരു ടോപ്പിക് ആണല്ലോ ഇപ്പൊ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാണെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ക്ലിയർ ചെയ്യാൻ നിൽക്കുമ്പോ ടൈം പോകും. അങ്ങനെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം. ഇനി മെഡിക്കൽ റെക്കോർഡ് പോളിസീസുകളാണ്. കുറച്ച് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത്. മെഡിക്കൽ റെക്കോർഡിന് വേണ്ടിയിട്ട് കുറച്ച് സിസ്റ്റംസ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണ്, എന്തൊക്കെ രീതിയിലാണ് മെഡിക്കൽ റെക്കോർഡ് പോളിസീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത് നോക്കാം. ഫസ്റ്റ് തന്നെ രജിസ്ട്രേഷൻ സിസ്റ്റമാണ്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ രജിസ്റ്റർ ആണ് ചെയ്യുന്നത്. പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യുന്ന വേരിയുണ്ട് സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയും. അപ്പൊ നോക്കാം, a central registration system with 24 hours service should preferably be kept for all outpatient and inpatient.
എല്ലാ ഔട്ട്പേഷനും ഇൻപേഷനും വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം ഉണ്ട്. എപ്പോ ചെന്നാലും നമുക്ക് അവിടെ നിന്ന് എന്തെടുക്കാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ എപ്പോ ചെന്നാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ ഏരിയാസ് ഉണ്ട്. 24 മണിക്കൂറും എന്തൊക്കെയാ പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ്. Each patient will have one unit record. എല്ലാ പേഷ്യൻസിനും ഒറ്റ യൂണിറ്റ് റെക്കോർഡ് ഉണ്ടാവുള്ളൂ. ഒറ്റ ഒരു റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ആൻഡ് വൺ പെർമനന്റ് നമ്പർ യൂസ്ഡ് ഫോർ ഓൾ എപ്പിസോഡ് ഓഫ് കെയർ. ഒറ്റ പെർമനന്റ് നമ്പറും ഒറ്റ യൂണിറ്റ് റെക്കോർഡ് ഉണ്ടാവുള്ളൂ. അത് എത്ര പ്രാവശ്യം നമ്മൾ ആ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് പോയാലും നമ്മുടെ പെർമനന്റ് നമ്പറിന് മാറ്റം ഉണ്ടാവില്ല, നമ്മുടെ റെക്കോർഡിനും മാറ്റം ഉണ്ടാവില്ല. അവർ ഒരെണ്ണേ കീപ്പ് ചെയ്യുള്ളൂ. ഒരു പേഷ്യന്റിനും ഒന്നുള്ള രീതിയിലാണ് അവിടെ കീപ്പ് ചെയ്യുന്നത്. ഇനി നമ്മുടെ രജിസ്ട്രേഷൻ സിസ്റ്റം, സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ ഇൻപേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് ആയിട്ടുള്ള പേഷ്യൻസിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇനി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ കീപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് അറിയാമോ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി കേസ് കുറച്ച് ലീഗൽ ഇഷ്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവരെ രജിസ്റ്റർ ചെയ്യാറുണ്ട്. ഈ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോർ ആക്സിഡന്റ് എമർജൻസി പേഷ്യൻസ് വിത്തിൻ 24 hours സർവീസ് ഷുഡ് ഓൾസോ ബി ഗിവൻ. അപ്പൊ നമ്മൾ ആക്സിഡന്റ് എമർജൻസിക്ക് വേണ്ടി സെപ്പറേറ്റ് രജിസ്ട്രേഷൻ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതും 24 മണിക്കൂറാണ് അതിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് നമ്പറിംഗ് സിസ്റ്റം കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻപേഷ്യൻസിന് ഔട്ട് പേഷ്യൻസിന് നമ്പറിംഗ് ബേസിലാണ് അവർ എന്ത് ചെയ്യണത്, നമ്പർ കൊടുക്കുക. പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ഒരു 6 നമ്പറുള്ള നമ്പർ ആയിരിക്കും നമുക്ക് തരാറ്. 6 digit numbers are normally used for inpatient and outpatients. ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യന്റിനും വേണ്ടിയിട്ടുള്ള 6 digit numbers ആണ് സാധാരണയായിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കാറ്. A new patient gets a new hospital number only at the first time of registration. ആദ്യമായിട്ട് നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഹോസ്പിറ്റൽ നമ്പർ അല്ലെങ്കിൽ ID നമ്പർ നമുക്ക് കിട്ടണം. ന്യൂ പേഷ്യൻസിന് ന്യൂ ഹോസ്പിറ്റൽ ഫസ്റ്റ് ടൈമിൽ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അപ്പൊ ന്യൂ നമ്പറിംഗ് സിസ്റ്റം പറഞ്ഞത് 6 digit ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും പ്രൊവൈഡ് ചെയ്യുന്നത്. പുതിയ പേഷ്യൻസിന് പുതിയ ഹോസ്പിറ്റലിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇലക്ട്രോണിക്കൽ ആയതുകൊണ്ട് നമ്മുടെ പേര് രണ്ടാമത് എൻട്രി ചെയ്യുമ്പോൾ പറയും ഇത് ഓൾറെഡി ഉള്ള പേഷ്യന്റ് ആണ്, അപ്പൊ നിങ്ങൾ നമ്പർ കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ കാരണം നിങ്ങളുടെ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി തരും. ഈ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. The patient master index is designed with an important identification of information for each new patient registered in central registration area. നമ്മുടെ എന്താണ് ഓരോ പുതിയ പേഷ്യൻസും സെൻട്രൽ രജിസ്ട്രേഷൻ ഏരിയാസിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫയൽ ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ഇൻ മാനുവൽ സിസ്റ്റം. നമ്മൾ ആൽഫബറ്റിക്കൽ ആയിട്ട് ഓർഡറിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് പറഞ്ഞാൽ ഇലക്ട്രോണിക്കലി ആണ്, ത്രൂ കമ്പ്യൂട്ടർ വഴിയാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സുകൾ മെയിൻറ്റെയിൻ ചെയ്തേക്കാം. അപ്പൊ നമ്മൾ പേഷ്യന്റ് പേര് അടിച്ചു വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഫോൺ നമ്പർ അടിച്ചു നോക്കുമ്പോൾ തന്നെ ആ ഒരു ഡീറ്റെയിൽസ് നമുക്കത് കാണാൻ പറ്റും. നെക്സ്റ്റ് ആണ് പേഷ്യന്റ് ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ്. ആ പേഷ്യന്റ് ID നമ്മൾ കണ്ടിട്ടുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു കാർഡ് ഉണ്ടെന്ന്. എനിക്ക് എന്റെ കയ്യിലുണ്ട് ഒരു പിങ്ക് കളർ, ഒരു പിങ്ക് അല്ല ഒരു ലൈറ്റ് ബ്ലൂ കളർ ഒരു കാർഡാണ് മോൾക്ക് വേണ്ടിയിട്ടുള്ളത്. അതില് ആ ഹോസ്പിറ്റലിന്റെ പേരുണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, ഡോക്ടർ ഏത് സമയത്താണ് ഇരിക്കുന്നത്, അതേപോലെ അങ്ങനത്തെ ഡീറ്റെയിൽസ് ചെറുതായിട്ടുണ്ട്. പിന്നെ എന്തുവാ കൊച്ചിന്റെ പേരുണ്ട്, വയസ്സുണ്ട്, പിന്നെ എന്തുവാ ഈ ഐഡന്റിഫിക്കേഷൻ പേഷ്യന്റ് ID നമ്പർ ഉണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ചെറിയൊരു കാർഡ് നമുക്ക് കിട്ടുന്നത്. And each new patient registered for outpatient and inpatient service should be given an identification card. നമ്മൾ പുതിയതായിട്ട് പേഷ്യന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇൻപേഷ്യന്റ് അവിടെ ഔട്ട്പേഷ്യന്റ് അവിടെ അവർക്ക് ഒരു ID കാർഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മുടെയൊക്കെ കയ്യിൽ ഉണ്ടാവും. നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ID കാർഡ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മിക്ക ഹോസ്പിറ്റൽസും അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആണ്. In all referral or specialty hospitals, referral hospital or specialty hospital എല്ലാത്തിലും ഇപ്പൊ അപ്പോയിന്റ് സിസ്റ്റത്തിൽ ഷുഡ് ബി പ്രാക്ടീസ്ഡ്. നമുക്ക് വിളിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹോസ്പിറ്റലിൽ വിളിച്ച് കൺഫേം ചെയ്യാം ഡോക്ടർ ഉണ്ടോ, ഏത് സമയത്താണ് എന്റെ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൺഫേം ചെയ്യാൻ പറ്റും. മിക്ക ഹോസ്പിറ്റലും അത് പ്രാക്ടിക്കൽ ആയിട്ട് നടക്കുന്നുണ്ട്. All patients must notice the appointment system except എല്ലാ പേഷ്യൻസിനും അപ്പോയിന്റ്മെന്റ് സിസ്റ്റം വഴിയാണ് ഇപ്പൊ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് ഡോക്ടേഴ്സിനെയൊക്കെ കാണുന്നത്. എക്സെപ്റ്റ് ഏത് 2 കേസ് ഒഴികെ ബാക്കി എല്ലാ കേസിനും അപ്പോയിന്റ്മെന്റ് വേണം. ലേബർ ആൻഡ് എമർജൻസി കേസ് ഉണ്ടല്ലോ, ലേബർ കേസുകൾ, ഡെലിവറിയുടെ കേസായിട്ട് പല പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കേണ്ട, നേരിട്ട് നല്ല വേഗം സ്ട്രെയിറ്റ് ആയിട്ട് ഡോക്ടറെ കാണാൻ അഡ്മിറ്റ് ആവാം. അതേപോലെ എമർജൻസി കേസ്, ആക്സിഡന്റ് എമർജൻസി കേസും
അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കാനായിട്ട് നമ്മൾ ടൈം കളയേണ്ട, കാരണം എത്ര എമർജൻസി ആയിരിക്കും വേഗം നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് കേസിനും നമുക്ക് അപ്പോയിന്റ്മെന്റ് വേണ്ട, ബാക്കി എല്ലാ കേസിനും ഇപ്പൊ ഇന്നത്തെ കാലത്ത് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ടാണ് ഡോക്ടേഴ്സ് എന്താണ് പേഷ്യൻസിനെ നോക്കണത്. അപ്പൊ ഒന്ന് വായിച്ചപ്പോഴേക്ക് ഇത്രയും പോയിന്റ് പറഞ്ഞത് രജിസ്ട്രേഷൻ സിസ്റ്റം, നമ്പറിംഗ് സിസ്റ്റം, പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്, പേഷ്യന്റ് ഐ ഡി, നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ഐഡന്റിഫിക്കേഷൻ ഇൻഫർമേഷൻ ആണ്. ഞാൻ പറഞ്ഞ പോലെ പേഷ്യന്റിന്റെ പേരോ അല്ലെങ്കിൽ നമ്പറോ അടിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിലെ ഡീറ്റെയിൽസ് നമുക്ക് ഫയലിൽ ഉണ്ടാവും. ഇന്ന പേഷ്യന്റ് ഇന്ന നമ്പർ ആണ് എന്നുള്ള ഡീറ്റെയിൽസ്. ഇപ്പൊ ഇലക്ട്രോണിക്കലി ആയതുകൊണ്ട് പേഷ്യൻസിന്റെ പേര് എടുക്കുമ്പോൾ തന്നെ ഫുൾ ഡീറ്റെയിൽ അതിൽ വരും. ഒരു ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു പേഷ്യൻസിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട്. ഒരു ഇൻഡെക്സ് ഓർഡർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സെൻട്രൽ രജിസ്ട്രേഷൻ ഏരിയാസിലാണ് നമ്മളത് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മറ്റേത് വായിച്ചിട്ടില്ല അവര്? വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയിട്ട് മെസ്സേജ് അയക്കണ്ട, വായിച്ചു കഴിഞ്ഞാൽ ഞാൻ വായിച്ചു നോക്കിയ എല്ലാവരും. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നമ്മള് നെക്സ്റ്റ് നോക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് എന്ത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയും. നമ്മുടെ പേഷ്യന്റിനെ കുറിച്ച് അസുഖത്തെ കുറിച്ചിട്ടുള്ള എന്താണ് ഇൻവെസ്റ്റിഗേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഓഫ് അവർ പേഷ്യന്റ് ഷുഡ് ബി അക്സെപ്റ്റഡ്. സീൽഡ് എന്നാക്കണം കേട്ടത്, സീൽഡ് എന്നാണ്, സീൽഡ് എന്നാക്കണേ. സീൽഡ് ബൈ ആ സ്പെല്ലിങ്ങിനെ അനുസരിക്കാം, സീൽ ചെയ്ത് സൂക്ഷിക്കുക എന്നാ പറയുന്നത് അല്ലേ. സീൽഡ് അതിപ്പോ സീൽഡ് ബൈ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഇൻ സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ്. അത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇൻക്ലൂഡ് ചെയ്യണത് നമ്മളത് പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ, ലാബ് ടെസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ നമ്മള് സ്കാൻ ചെയ്ത റിപ്പോർട്ടോ ഇതെല്ലാം നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യും. അത് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അതെന്ത് ചെയ്യും, പേഷ്യൻസിന്റെ സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡിലേക്ക് എന്ത് ചെയ്യും, സൂക്ഷിച്ചു വെക്കും അല്ലെങ്കിൽ സീൽ ചെയ്ത് സൂക്ഷിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകളൊക്കെ ഔട്ട് പേഷ്യൻസിന്റെ ആണെങ്കിൽ ആരുടെ ഉത്തരവാദിത്തമാണ് റെക്കോർഡിലേക്ക് കയറ്റി വെക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെയാണ്. അത് ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ. ഇൻപേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്, ഇൻപേഷ്യന്റ് ആണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ റിപ്പോർട്ടുകളാണെങ്കിൽ should be accepted and sealed all the ward by ward clerk or nurse. നമ്മളുടെ വാർഡ് ക്ലർക്കോ അല്ലെങ്കിൽ വാർഡിലുള്ള നേഴ്സോ ആണ് ഈ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടതും സീൽ ചെയ്ത് വാർഡിൽ സൂക്ഷിക്കേണ്ടതും. എന്നിട്ട് ഈ പേഷ്യന്റ് എന്താ ഡിസ്ചാർജ് ആവുമ്പോൾ മാത്രമേ നമ്മുടെ ഈ റെക്കോർഡ് എന്തെങ്കിലും പാസ് ചെയ്യുള്ളൂ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഡയഗ്നോസിസ് റിപ്പോർട്ട് ഓഫ് ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടത് സീൽ ചെയ്യുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമാണ്.
എന്നിട്ട് പേഷ്യന്റിന്റെ സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡിലേക്ക് അത് എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്ത് വയ്ക്കും. ഇൻപേഷ്യന്റ് ബേസ് ആണ്. ഇൻപേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടത് സീൽ ചെയ്യേണ്ടത് വാർഡ് ക്ലർക്കിന്റെയോ നേഴ്സിന്റെയോ ഉത്തരവാദിത്തമാണ്. ഈ ഹെൽത്ത് സെന്റേഴ്സ് ആണ്. സാധാരണയായിട്ട് ഹെൽത്ത് സെന്റേഴ്സിൽ ഒത്തിരി ട്രീറ്റ്മെന്റ് നമ്മൾ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ പഠിച്ചിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. പ്രൈമറി ആയിട്ട് നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അതാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഹോസ്പിറ്റൽസ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ നിന്ന് വലിയ ഹോസ്പിറ്റലിലേക്ക് റെഫറൽ ലെറ്റേഴ്സ് കൊടുക്കാറുണ്ട്. എന്റെ പേഷ്യന്റാണ് ഇത്ര കാലമായിട്ട് ഇന്ന അസുഖത്തിന് വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കണേന് ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ പേഷ്യന്റിനെ ഈ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്ററും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയിരിക്കുന്ന ലെറ്റർ കൊടുക്കാറുണ്ട്. The health centers for clinical normally direct the patient to the hospital with their referral letters. അപ്പോൾ റെഫറൽ ലെറ്റർ ആയിട്ട് നമ്മൾ പേഷ്യന്റിനെ എങ്ങനെ വിടാറുണ്ട്, ഹോസ്പിറ്റൽസിലേക്ക് റെഫർ ചെയ്യാം. The hospital and health centers must develop a clear referral and appointment system for both new and established patients. അപ്പൊ നമ്മള് ഹെൽത്ത് സെന്റേഴ്സ് ആണെങ്കിൽ അവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു റെഫറൽ ലെറ്റർ ഡെവലപ്പ് ചെയ്ത് സൂക്ഷിക്കണം. ഏത് പേഷ്യന്റിനാണോ റെഫർ ചെയ്യേണ്ടത് ആ പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള റെഫറൽ ലെറ്റർ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അതാണ് നമ്മൾ ആർക്ക് കൊടുക്കേണ്ട, പേഷ്യന്റ് കൊടുക്കേണ്ടത്. ഇനി റെഫറൽ ഓഫ് പേഷ്യന്റ്, സാധാരണയായിട്ട് റെഫറൽ ലെറ്റേഴ്സ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യണത്, ഹെൽത്ത് കെയർസ് ആണ് പ്രിപ്പയർ ചെയ്യണത്. ഹെൽത്ത് കെയർസ് 3 റെഫറൽ ലെറ്റേഴ്സ് ആണ് എന്ത് ചെയ്യാറ്, 3 കോപ്പീസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് 2 കോപ്പീസ് നമ്മൾ പേഷ്യന്റിന്റെ കയ്യിൽ കൊടുത്തുവിടും. എന്താണ്, ഫസ്റ്റ് 2 കോപ്പീസ് പേഷ്യന്റിന്റെ കയ്യിൽ നമ്മൾ കൊടുത്തുവിടാറുണ്ട്. 3rd കോപ്പി നമ്മുടെ ഹോസ്പിറ്റലിൽ ഹെൽത്ത് സെന്ററിൽ തന്നെ ക്ലിനിക്കിൽ തന്നെ നമ്മൾ അത് എന്ത് ചെയ്യും, റിട്ടൈൻ ചെയ്ത് വെക്കും, സൂക്ഷിച്ചു വെക്കും. അപ്പൊ അതില് ഫസ്റ്റ് കോപ്പി എന്ത് ചെയ്യും, നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന് ഒരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഹെൽത്ത് സെന്ററിലേക്ക് ഈ ഫസ്റ്റ് കോപ്പി സെൻഡ് ചെയ്ത് കൊടുക്കും. സെക്കൻഡ് കോപ്പി നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ റിട്ടൈൻ ചെയ്യും. നമുക്ക് നോക്കാം കേട്ടോ. Referral of the patient, 3 copies should be received by the hospital. The first 2 copies should be presented to the hospital by the patient, while the 3rd copy should be retained by referral hospital or clinic. നമ്മൾ 3 കോപ്പീസ് പ്രിപ്പയർ ചെയ്യും, 2 കോപ്പീസ് പേഷ്യന്റിന്റെ കയ്യിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. റെഫർ ചെയ്തിട്ടുള്ള റെഫർ ഇൻ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. റെഫർ ഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ റെഫർ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണോ. റെഫർ ഇൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് റെഫർ ചെയ്തിരിക്കുന്നത്, പേഷ്യന്റ് ഏത് ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിന്റെ കയ്യിൽ കൊടുത്തുവിടും. ആൻഡ് 3rd കോപ്പി എന്ത് ചെയ്യും, നമ്മൾ റീറ്റെയിൻ ചെയ്യും. നമ്മൾ എവിടെ നിന്നാണോ റെഫർ ചെയ്തിരിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ തന്നെ അല്ലെങ്കിൽ ആ ഹെൽത്ത് തന്നെ നമ്മൾ ഹെൽത്ത് സെന്ററിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റ് ദ ഫസ്റ്റ് കോപ്പി ഷുഡ് ബി പാസ്ഡ് ഓൺ ഹെൽത്ത് സെന്റർ. നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോപ്പി ഹെൽത്ത് സെന്ററിലേക്ക് പാസ് ചെയ്യും. ഓർ ഹോസ്പിറ്റൽ ആസ് എ ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ, ഒരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഫസ്റ്റ് കോപ്പി ഹോസ്പിറ്റലിലേക്ക് പാസ് ചെയ്യും. സെക്കൻഡ് കോപ്പി നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ റീറ്റെയിൻ ചെയ്യും. The second copy should be retained in the hospital. Second copy എന്ത് ചെയ്യും, റീറ്റെയിൻ ചെയ്യും. അപ്പൊ നമുക്ക് റെഫറലൊക്കെ തരണമെന്ന് പറയുമ്പോൾ 3 കോപ്പീസ് ആണ് അവര് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യത്തെ 2 കോപ്പീസ് പേഷ്യന്റിന്റെ കയ്യിൽ റെഫറിംഗ് ഹോസ്പിറ്റലിലേക്ക് കൊടുത്തുവിടും. ലാസ്റ്റ് കോപ്പി 3rd കോപ്പി ഹോസ്പിറ്റലിൽ തന്നെ സൂക്ഷിക്കും. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ റെഫർ ഇൻ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഫറിംഗ് ഹോസ്പിറ്റലിൽ ഫസ്റ്റ് കോപ്പി ഒരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ റെഫർ ഹോസ്പിറ്റലിൽ ഹെൽത്ത് സെന്ററിലേക്ക് അത് പാസ് ചെയ്യുകയും ബാക്കിയുള്ള സെക്കൻഡ് കോപ്പി നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യും. ഒന്ന് വായിച്ചു നോക്കിയേ, ഡയഗ്നോസിസ് മുതലല്ലേ വായിക്കേണ്ട. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഹെൽത്ത് സെന്റേഴ്സ്, റെഫറൽ ഓഫ് ദ പേഷ്യന്റ്. വായിച്ചു. വായിച്ചു നോക്കി എല്ലാവരും.
കൺഫ്യൂഷൻ എന്താ റെഫറൽ ലെറ്റേഴ്സിന്റെ കാര്യത്തില്? സിമ്പിൾ ആയിട്ട് വായിച്ചു കൊടുക്കുക. 3 കോപ്പീസ് ഉണ്ട്. ഫസ്റ്റ് 2 കോപ്പീസ് ആണ് പേഷ്യന്റിന്റെ കയ്യിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തിരുന്നത്. അതിലൊരു കോപ്പി നമുക്ക് റിട്ടേൺ പോലെ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പോലെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ തിരിച്ച് ഹെൽത്ത് സെന്ററിലേക്ക് അയക്കാറുണ്ട്. സെക്കൻഡ് കോപ്പി നമ്മൾ ആ ട്രീറ്റ്മെന്റ് എടുത്ത ഹോസ്പിറ്റലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അത് മാത്രമാണ് കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നേ തോന്നുന്നു. കാരണം വേറെ ബാക്കിയൊക്കെ സിമ്പിൾ അല്ലേ. പിന്നെ ഫീൽഡിന്റെ സ്പെല്ലിങ് തെറ്റാണ്, അതൊന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വായിച്ചോക്കിയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്. നമ്മൾ ഒ പി ക്ലിനിക് ഒക്കെ കണ്ടിട്ടില്ലേ? ഒ പി ക്ലിനിക്കിൽ എന്താണ് നമ്മൾ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒ പിയിൽ പോകാറുണ്ട്. ഒ പി ക്ലിനിക്കിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ആ ഡോക്ടറിന്റെ പേരും ക്വാളിഫിക്കേഷൻസും നെയിം ബോർഡ് കാണാറുണ്ട്. അപ്പൊ എല്ലാ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിന്റെ ഫ്രണ്ടിൽ ഇന്ന ഡോക്ടറാണ്, ഇന്ന ടൈം മുതൽ ഇന്ന ടൈം മുതൽ വരെയാണ്, അദ്ദേഹത്തിന്റെ പേര് ഇന്നതാണ്. ഡോക്ടർ ആരാണ്? ലൈല എബ്രഹാം, ഗൈനക്കോളജിസ്റ്റ്. പിന്നെ ക്വാളിഫിക്കേഷൻസ്, കൂടുതൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം. The name of all outpatient clinic with the name of clinic chief in the hospital should be revealed in the main entrance of the outpatient department. നമ്മുടെ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് മെയിൻ എൻട്രൻസിൽ എന്തൊക്കെ ഔട്ട്പേഷ്യന്റ് ക്ലിനിക്കുകളാണ് നമ്മൾ ഇവിടെ ഉള്ളത്? ഇപ്പൊ ഗൈനക്കോളജി ഉണ്ടെങ്കിൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ENT ഉണ്ട്, ഒഫ്താൽമോളജി ഉണ്ട്. അപ്പൊ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളത്? ആ ചീഫ് ക്ലിനിക്കൽ ചീഫിന്റെ പേര്, ഇന്ന ഡോക്ടറാണ്, ഇന്ന ക്വാളിഫിക്കേഷൻ ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മെയിൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ തന്നെ മെയിൻ എൻട്രൻസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ഇനി ഈച്ച് ക്ലിനിക് the name of chief consultant should also be revealed. അത് ഫ്രണ്ടിലാണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ടിൽ ഏതൊക്കെ ഔട്ട് പേഷ്യൻസ് ആണോ ഉള്ളത് ക്ലിനിക്കൽ ചീഫിന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഓരോ ക്ലിനിക്കിന്റെ ഫ്രണ്ടിൽ ഇന്ന ക്ലിനിക് ആണ്, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ആണ്, പീഡിയാട്രിക്ഷൻ ആണെങ്കിൽ പീഡിയാട്രിക് എഴുതാം. പീഡിയാട്രിക്ഷന്റെ പേര് ചിലപ്പോൾ ചില ഔട്ട് പേഷ്യന്റുകളിൽ 1 2 പീഡിയാട്രിക്ഷൻ ഒക്കെ ഉണ്ടാകാറുണ്ട്. ടൈം അനുസരിച്ചായിരിക്കും ഷിഫ്റ്റ് വന്നത്. അപ്പൊ അങ്ങനെ ആ 2 പീഡിയാട്രിഷ്യന്റെ പേര് അവിടെ എഴുതി ഡിസ്പ്ലേ ചെയ്യണം. ഏത് നമ്മൾ ആ ഡോക്ടറുടെ ആ ഒരു എൻട്രൻസിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ ആ ഒരു റൂമിൽ ക്യാബിന് മുമ്പിലായിട്ട് ആ ഒരു പേര് ഡിസ്പ്ലേ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഒന്നും കൂടി വായിക്കാം. Outpatient clinic, the name of all the outpatient clinic with the name of clinical chief in the hospital should be revealed in the main entrance of outpatient department. Outpatient department main entrance ആയിട്ട് നമ്മൾ outpatient ക്ലിനിക്കുകൾ ഏതൊക്കെയാണ്, അവരുടെ ക്ലിനിക്കൽ ചീഫുകൾ ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്തിരിക്കണം, എഴുതി വെച്ചിട്ടുണ്ടാവണം. അതേപോലെ എല്ലാ ക്ലിനിക്കിന്റെയും ഫ്രണ്ടിൽ ഈച്ച് ക്ലിനിക് the name of the chief consultants, ആരാണ് ചീഫ് ആയിട്ടുള്ള കൺസൾട്ടന്റ്, ആരാണ്, അവിടെ അവരുടെ നെയിമും എന്ത് ചെയ്തിരിക്കണം? റിവീൽ ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ലൈല എബ്രഹാം ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ ലൈല എബ്രഹാം ഗൈനക്കോളജിസ്റ്റ്, അങ്ങനെ ഡീറ്റെയിൽ അതിനെ പറഞ്ഞിരിക്കണം. ഇന്ന ഡോക്ടറാണ്, ഇന്നതാണ് ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ഒന്ന് വായിച്ചു നോക്കിയാൽ അവരും വായിച്ചു നോക്കിയാ? വായിച്ചു നോക്കിയത് പിള്ളേരെ ഇല്ലേ? വായിച്ചു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാവരും ഔട്ട് പേഷ്യന്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാർഡ് കാണാറുണ്ട്. പേഷ്യൻസിന്റെ പേരുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫ്രണ്ടിൽ ഒരു ബോർഡ് ഉണ്ടാവും. അതേപോലെ ഓരോ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിന്റെ ഫ്രണ്ടിലും ഇന്നത്തെ ഡോക്ടറാണ്, ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ,
അപ്പൊ ഞാൻ ഇന്നത് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നത് കാരണം നെക്സ്റ്റ് ആക്സിഡന്റ് എമർജൻസി സർവീസ് ആണ് അത് വരുന്നതാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു ഓൾ. Thank you, ma'am.